ഹലോ, ഇത് നമ്മൾ ഇന്നിട്ട പൂക്കളാണ് കേട്ടോ. ഞാനും അനിയത്തിയും കൂടി ഒരുമിച്ചിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഇട്ട പൂക്കളിടുന്നത്. ഈ ഒരു ഓണം വന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് പൂക്കളിടാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിലുള്ളത് തന്നെ ഒരു ചെണ്ടുമല്ലിയൊക്കെ എടുത്ത് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ പല നാട്ടിലും പലതാണ് പറയുക. ജമന്തി എന്ന് പറയണതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി പൂവൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ നമ്മുടെ ഗാർഡനിൽ കൂടെ ഒക്കെ ഒന്ന് ചുറ്റി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നും ഇങ്ങനെ കുറച്ച് നേരം നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ പൂവൊക്കെ ഉണ്ടായിട്ടുള്ള ചെടികളൊക്കെ നോക്കിയിട്ട് നടക്കുമ്പോഴാണ് ഒരു പുഴുവിനെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാനും അനിയത്തിയും കൂടിയിട്ട് അതിനൊക്കെ എടുത്ത് കളയുന്നുണ്ട്. അവൾ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എന്തായാലും ഞാൻ ഉണങ്ങി കഴിഞ്ഞിട്ട് ഓരോരോ വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പൂക്കളിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു റോസാപ്പൂവൊക്കെയാണ് നമ്മൾ നടുവിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ വെള്ള ഒരു പൂവാണ് ഇട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇന്ന് അത്യാവശ്യം മഴയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മഴയത്തിരുന്നിട്ട് ഇങ്ങനെ പൂക്കളിട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ ഓരോരോ പൂവായിട്ട് എടുത്തിട്ട് പൂക്കളിടുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാശത്തുമ്പോൾ വേണ്ടിയിട്ട് ഓരോന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സൈഡിലൊക്കെ അവളാണ് ഓരോന്ന് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ഹാങ്ങിങ് ബോർഡ്സിലൊക്കെ ചില ചെടികളൊക്കെ എടുത്തിട്ട് നമ്മുടെ പൂക്കളത്തിലൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞു അതൊന്നും രസമില്ല പറഞ്ഞിട്ട്. അവൾ മൊത്തം പൂവ് ഇടാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്കിടയ്ക്ക് വെറൈറ്റി ഒക്കെ തോന്നിയിട്ടാണ് ഞാൻ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്ത് കിട്ടുക. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ചുറ്റും വെള്ളയൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളപ്പൂക്കൾ വന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ പൂക്കളത്തിൽ കൂടുതലായിട്ട് വെള്ളയും മഞ്ഞയാണ് കേട്ടോ. ലാസ്റ്റാണ് നമ്മൾ കുറച്ച് ചെമ്പരത്തി പൂ ഇട്ടിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവസാനം കാണാൻ. അപ്പോൾ നമ്മുടെ ഗാർഡനത്തെ ഒട്ടുമിക്ക പൂക്കളും ഞാനിതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കളത്തിൻ്റെ ലാസ്റ്റ് ലുക്ക്. അതുപോലെ തന്നെ നമ്മൾ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളതിനെക്കാട്ടിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഇത് നോക്കി മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കൂടി ഒന്ന് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്ക്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.